9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചത് ഫോഴ്സിനെ കുറിച്ചാണ്. ഫോഴ്സ് ചലനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു വസ്തു താഴേക്ക് ഇട്ടാൽ അത് എപ്പോഴും ഫ്രീ ഫോൾ, അതായത് താഴേക്ക് തന്നെ പതിക്കുന്നത്, വേറെ ഡയറക്ഷനിലൊന്നും പോകുന്നില്ല. ഇതിനെക്കുറിച്ച് 17ാം നൂറ്റാണ്ടിൽ തന്നെ ഗലീലിയോ എന്നൊരു ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കിയിരുന്നു. പിന്നീട് ന്യൂട്ടനാണ് അതിനെ ഒരു നിയമമാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു ആപ്പിൾ താഴേക്ക് വീണത് ഒരു പ്രത്യേക ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണെന്നും ഗ്രഹങ്ങൾ സണ്ണിന് ചുറ്റും ചുറ്റുന്നതും ഈ ഒരു അട്രാക്ഷൻ കൊണ്ടാണെന്നും മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് ഏതൊരു രണ്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഓബ്ജക്ട്സും തമ്മിൽ ഒരു ആകർഷണമുണ്ട്. ഈ യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് ഓബ്ജക്ട്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസും അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്, ഒരു ഫോഴ്സ് കൊണ്ട് അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ബോർഡ് ഈ വോളിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഈ വോള് ഈ ബോർഡിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ബോർഡ് എന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ബോർഡിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏത് രണ്ട് വസ്തുക്കൾ എടുത്താലും അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അട്രാക്ഷനെ നമ്മൾ എന്തു പറയും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു. ഇനി ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷൻ. അതായത് ഈ യൂണിവേഴ്സിലുള്ള ഏതൊരു വസ്തുവും മറ്റൊരു വസ്തുവിനെ ആകർഷിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രാവിറ്റി എന്ന എന്താണ് വ്യത്യാസം? ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഈ രണ്ട് വസ്തുക്കൾ, അട്രാക്റ്റ് ചെയ്യുന്ന രണ്ട് വസ്തുക്കളിൽ ഒരെണ്ണം ഭൂമിയാണെങ്കിൽ ആ ഒരു ഫോഴ്സ്, ഭൂമി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് ഗ്രാവിറ്റി എന്ന് പറയാം. അപ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. എന്നെ ഭൂമി ആകർഷിക്കുന്നു, ഞാൻ ഭൂമിയെയും ആകർഷിക്കുന്നു, പക്ഷേ ഭൂമി എന്നെ ആകർഷിക്കുന്നതാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ച കഥയൊക്കെ നമുക്കറിയാമല്ലേ? ന്യൂട്ടൺ മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ ഒരു ആപ്പിൾ വന്ന് തലയിൽ വീണെന്നും മറ്റുമാണ് ആ കഥ. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ല, ആ ആപ്പിൾ വീണില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പഠിക്കേണ്ടായിരുന്നു. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചോദിക്കും, നിങ്ങളുടെ തലയിലൊക്കെ ആപ്പിൾ വന്ന് വീണിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അല്ലേ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണമായത് ന്യൂട്ടൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലോസ് ഓഫ് മോഷന് അനുസരിച്ച് ഈ ആപ്പിള് ആ മരത്തിൽ നിന്നപ്പോൾ അത് അനങ്ങാതെ നിൽക്കുകയാണ്. അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. പക്ഷേ ആ ഞെട്ടിൽ നിന്ന് വിട്ടു വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് താഴേക്ക് പതിക്കുന്നത്? അല്ലെങ്കിൽ അത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടി വരികയല്ലേ ചെയ്യുന്നത്? ആ സ്പീഡ് കൂടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു റെസ്റ്റിലുള്ള ഒരു വസ്തുവിനെ ഒരു മോഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ നിയമം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫോഴ്സ് എവിടെ നിന്ന് വരുന്നു? അങ്ങനെ അദ്ദേഹം ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി, ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്ന് ഒരു ഫോഴ്സ് ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് താഴേക്ക് വരുന്നതും അതിൻ്റെ വെലോസിറ്റി കൂടി വരുന്നതും. അങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ മൂണ് എർത്തിന് ചുറ്റും കറങ്ങുന്നതും ഇതേ ഒരു പ്രതിഭാസം കൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇത് നമ്മുടെ എർത്താണെന്ന് വിചാരിക്കാം, ഓക്കെ? അപ്പോൾ മൂണ് ഇവിടെ ആണെങ്കിൽ അത് എന്തുകൊണ്ടൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് മൂവ് ചെയ്ത് പോകുന്നില്ല? എപ്പോഴും അതെന്താണ്, ഒരു സർക്കുലർ പാത്തിൽ തന്നെ മൂവ് ചെയ്യാനുള്ള കാരണം? ഇതിൻ്റെ ഉത്തരവും ഇവിടെ തന്നെയുണ്ട്. അതായത് ഒരു സർക്കുലർ മോഷനിൽ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സ്ഥിരമാണോ? അല്ല. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചു, വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോൾ ഇത് യൂണിഫോം സ്പീഡ്, ഒരേ സ്പീഡിൽ തന്നെ സഞ്ചരിച്ചാൽ പോലും ഓരോ മൊമെൻറ്റിലും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇങ്ങനെ പോവേണ്ടത് ഇങ്ങോട്ടായി, ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ പോകേണ്ടത് ഇങ്ങോട്ടായി. സോ ഓരോ സമയത്തും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ആവുമെന്ന് പറയാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും നമുക്കത് വെലോസിറ്റി ചേഞ്ച് ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ ഇവിടെ സ്പീഡ് യൂണിഫോം ആണെങ്കിലും ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അത് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് പറയാം? ആക്സിലറേഷൻ എന്ന് പറഞ്ഞൂടെ? നമ്മളതൊക്കെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഈ ബോഡി കണ്ടിന്യൂസ് ആയിട്ട് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി സംഭവിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനുള്ള ഒരു ബോഡിക്ക് അത് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഫോഴ്സ് വേണം. അപ്പോൾ ഇവിടെ എവിടെയാണ് ഒരു ഫോഴ്സ് ഉള്ളത്? ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു മറ്റൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഞാനൊരു ചരടിൽ ഒരു അറ്റത്തൊരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുകയാണെന്ന് വിചാരിക്കുക അല്ലേ? ഈ ചരടിലെ ഞാൻ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കല്ല് ഇങ്ങനെ ചുറ്റി കറങ്ങുകയുള്ളൂ, അത് സ്ട്രെയിറ്റ് ലൈനിൽ പോവില്ല അല്ലേ? അപ്പോൾ ഈ ചരട് കല്ലിനെ
എന്നിലേക്ക് അല്ലെങ്കിൽ ഈ സെന്ററിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ കല്ല് പോകാതെ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഫോഴ്സ് ആരാണ് കൊടുക്കുന്നത്? കല്ലിനെ ചുറ്റി ചുറ്റി മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കല്ലിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ, കല്ലിനെ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ ആരാ സഹായിക്കുന്നത്? എൻ്റെ കൈയുടെ ഫോഴ്സാണ് സഹായിക്കുന്നത്. ആ ഫോഴ്സിനെ നമുക്ക് പറയാവുന്ന പേരാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. അപ്പോൾ ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉള്ളിടത്തോളം ഈ കല്ല് പോകാതെ അത് ചുറ്റി ചുറ്റി നമ്മുടെ സെൻറ്ററിലേക്ക് തന്നെ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ഫോഴ്സ് വരുന്നത് സെൻറ്ററിൽ നിന്നാണ്. ഈ സെൻറ്ററിൽ നിന്ന് ഈ മൂണിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിന്റെ പറയുന്ന പേരാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഒരു അദൃശ്യമായ ചരടുള്ളതുപോലെ സങ്കല്പിച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതിന് പകരം ബെൻഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഏത് ഭാഗത്ത് വെച്ചാലും, ഇതിപ്പോൾ ഒരു ചരടുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ ആ ചരട് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ കല്ല് ഒരിക്കലും എൻ്റെ അടുത്തേക്ക് തെറിച്ചു വരികയോ പുറത്തേക്ക് പോവുകയോ ചെയ്യില്ല. എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. അപ്പോൾ ഒരു സർക്കിളിൽ എവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാലും നമ്മൾ അതിനെ ടാൻജന്റ് എന്ന് പറയും അല്ലേ? അപ്പോൾ എപ്പോഴും ടാൻജന്റ് ആണ് സ്ട്രെയിറ്റ് ലൈനിന്റെ ഡയറക്ഷൻ. അപ്പോൾ ആ ടാൻജന്റിന്റെ ഡയറക്ഷനിൽ ആ കല്ല് റിലീസ് ആവും. അപ്പോൾ ഇവിടെ മൂന്നും ഇങ്ങനെ സ്ട്രെയിറ്റ് പോകാതെ ഇത് ഓരോ പ്രാവശ്യവും ചുറ്റി വരുന്നതിന് കാരണം ഇവിടെയുള്ള ഈ അദൃശ്യമായ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. അത് ആരാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെയാണ് ന്യൂട്ടന് ഗ്രാവിറ്റേഷൻ എന്നൊരു ഐഡിയ മനസ്സിൽ വന്നത്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ സണ്ണും എർത്തും മാത്രമല്ല, ഈവൻ ഭൂമിയും ചന്ദ്രനും മാത്രമല്ല, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് ചുറ്റുന്നതും ഇതേ ഒരു തത്വം കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, ഭൂമിയിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലുള്ള, ഭൂമിയിൽ മാത്രമല്ല യൂണിവേഴ്സിലുള്ള എല്ലാ ഓബ്ജക്ട്സും മറ്റൊരു ഓബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിനെ എന്ത് പറയും നമ്മൾ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. So according to Newton's universal law of gravitation, every body in the universe attracts every other body with a force. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി ആ ഫോഴ്സ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. which is directly proportional to the product of their masses. അവരുടെ മാസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസിനെ ഗുണിച്ച് കിട്ടുന്ന ഫലം. and inversely proportional to the square of the distance between them. അവരുടെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. So the force acts along the line for joining the centers of the two bodies. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയല്ല ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കൂടുതൽ മനസ്സിലാക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓബ്ജക്ട്സിനെ നമുക്ക് എ എന്നും ബി എന്നും വിളിക്കാം. ഇപ്പോൾ രണ്ട് ഓബ്ജക്ട്സ് ആണ്. ഏതൊക്കെയാണ്? എയും ബിയും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അതിൽ എ ഇത്തിരി വലുതാണ്, ബി ചെറുതാണ് അല്ലേ? അപ്പോൾ അവരുടെ മാസ് വ്യത്യാസമായിരിക്കുമല്ലോ. പിണ്ഡം, മാസ് എന്ന് പറയുന്നത് പിണ്ഡം, അത് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് എയുടെ മാസ് m1 എന്നും ബിയുടെ മാസ് m2 എന്നും എടുക്കാം. അപ്പോൾ m1 കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ രണ്ട് വസ്തുക്കളുണ്ട്, എയും ബിയും. എയുടെ മാസ് m1ഉം ബിയുടെ മാസ് m2ഉമാണ്. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ കണക്കാക്കണം? സെൻറ്റർ ടു സെൻറ്റർ. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് നമുക്ക് ഡി എന്ന് എടുക്കാം. ഡി ഫോർ ഡിസ്റ്റൻസ്. ഇനി ഈ ഗ്രാവിറ്റേഷണൽ ലോ അനുസരിച്ച് നമുക്കറിയാം, ഈ രണ്ട് ബോഡികളും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട് അല്ലേ? അതായത് ഈ ബോഡി ഇതിനെ ഇങ്ങോട്ട് വലിച്ച് അട്രാക്ട് ചെയ്യും, അതേപോലെ ബി എയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഈ രണ്ട് ഓബ്ജക്ട്സും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ ഫോഴ്സ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതല്ലേ പ്രൊപ്പോർഷണൽ നമ്മൾ പറയുന്നത്? പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. മാസ് ഏതൊക്കെയാണ്? m1 ഇൻറ്റു m2. m1നെയും m2നെയും പ്രോഡക്റ്റിനെയാണ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഇരിക്കുന്നത്. ഇനി അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ടിട്ട് 1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ദ ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ, സോ ഡി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മാസുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേസമയം അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ
സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. പക്ഷേ ഡിസ്റ്റൻസ് എപ്പോഴും കണക്കാക്കേണ്ടത് ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ ടു ബോഡീസ്, അത് നമ്മൾ ഓർത്ത് വയ്ക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കൂട്ടിച്ചേർത്താലോ. നമുക്കപ്പോൾ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു m1 m2 അപ്പോൺ ഡി സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. ഡി സ്ക്വയർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, m1 ഇൻറ്റു m2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് ഇട്ടാൽ മതി അല്ലേ. സാധാരണ നമ്മൾ കെ വെക്കാറുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ജി ആണ്. ജി ഇൻറ്റു m1 m2 അപ്പോൺ ഡി സ്ക്വയർ. അപ്പോൾ ജി എന്ന് പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് ആണ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. ദ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ബിറ്റ്വീൻ ടു ഓബ്ജക്ട്സ്, രണ്ട് ഓബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദെയർ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇനി ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നും വിളിക്കും. ഇത് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് വിളിക്കുന്നത്? കാരണം സ്ക്വയർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നും പറയാറുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫോഴ്സ് ജിയുടെ യൂണിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ജിയെ നമുക്ക് എങ്ങനെ പുറത്തെടുക്കാം? ജി പുറത്തെടുത്താൽ എഫ് ഇൻറ്റു ഡി സ്ക്വയർ അപ്പോൺ m1 ഇൻറ്റു m2. അപ്പോൾ എഫ് ഇൻറ്റു ഡി സ്ക്വയറിന് ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? ന്യൂട്ടൺ. ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ഇനി ഡിസ്റ്റൻസ് നമ്മൾ മീറ്ററിലാണ്, പക്ഷേ ഡിസ്റ്റൻസ് സ്ക്വയർ ആകുമ്പോൾ മീറ്റർ സ്ക്വയർ അപ്പോൺ മാസ് കിലോഗ്രാമിലാണ്, കിലോഗ്രാം സ്ക്വയർ. സോ കിലോഗ്രാം സ്ക്വയറിനെ മേളിൽ കൊണ്ടുവന്നാൽ nm സ്ക്വയർ പെർ കെ ജി സ്ക്വയർ ഓർ nm സ്ക്വയർ കെ ജി ടു ദ പവർ ഓഫ് -2. ഇതാണ് നമ്മുടെ ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് ഓഫ് ജി എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. നമ്മൾ മനസ്സിലാക്കി ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, അപ്പോൾ അത് സ്ഥിരമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് ആദ്യമായി മനസ്സിലാക്കിയത് ഒരു ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആയിരുന്നു. അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ച് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.673 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പ്ലസ് കിലോഗ്രാം സ്ക്വയർ ആണ്. അപ്പോൾ 10⁻⁻11 എന്ന് വെച്ചാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ പിന്നെ 11 0. ഇത്രയും ഭാഗം ഫ്രാക്ഷൻ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ അത് വലുതാണോ ചെറുതാണോ? അതൊരു ചെറിയ വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്നും കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവാത്തത്. അതായത് ഇപ്പോൾ ഈ വോളിൻ്റെ എന്നോടുള്ള അട്രാക്ഷൻ കൂടുതലായിരുന്നു, ഞാനിപ്പോൾ വോളിൽ ചെന്ന് ഇടിച്ച് നിന്നേനെ അല്ലേ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാല്യൂ ഓഫ് ജി ഈ സെയിം ത്രൂ ഔട്ട് ദി യൂണിവേഴ്സ്. എർത്തിൽ മാത്രമല്ല, ഈ യൂണിവേഴ്സിൽ എവിടെ പോയാലും ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിൻ്റെ ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ പറയുന്ന അനുസരിച്ച് എല്ലാ രണ്ട് ബോഡികളും യൂണിവേഴ്സിലുള്ള എല്ലാ രണ്ട് ബോഡികളും അട്രാക്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് യൂണിവേഴ്സൽ ലോ എന്നും വിളിക്കാം. അപ്പോൾ എന്താണ് ഈ ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, എല്ലാ പ്ലാനറ്റ്സ് ഗ്രഹങ്ങളും സണ്ണിന് ചുറ്റും കറങ്ങുന്നത് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഇനി മൂൺ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. മൂന്നാമത്തത് ടൈഡ് ഫോം ചെയ്യുന്നത്, അതായത് ചന്ദ്രനും സൂര്യനും ഈ തിരമാലകളിൽ അല്ലെങ്കിൽ നമ്മുടെ കടലിൽ പ്രയോഗിക്കുന്ന ആ ഒരു ഫോഴ്സ് മൂലമാണ് ടൈഡ് അല്ലെങ്കിൽ എന്താ പറയുക വേലിയേറ്റം വേലിയിറക്കമൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇവിടെ ഭൂമിക്ക് ചുറ്റും തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓക്സിജനുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അല്ലേ. അത് ഈ ഭൂമിക്ക് ചുറ്റും നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി അതിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. നമ്മളും ഭൂമിയുടെ മേളിൽ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ വിചാരിക്കണം ഇത്രയും പോരാ, കുറച്ചുകൂടി വേണം, ഒരു 10 ടൈം കൂടിയെങ്കിലോ നമ്മളൊക്കെ ഭൂമിയുടെ പുറത്തേക്ക് അങ്ങ് ക്രഷ് ചെയ്ത് പോകും. കാരണം അത്രയ്ക്ക് അട്രാക്ഷൻ ആയിരിക്കും. അതേപോലെ ഈ ഭൂമിയുടെ നമ്മൾ വിചാരിക്കണം ഓക്കെ എന്നാൽ അത് കുറയ്ക്കുക, ഒരു 10 ആക്കിയാലോ, നമ്മളൊന്നും ഈ ഭൂമിയുടെ സർഫസിൽ കാണില്ല, നമ്മളൊക്കെ പറന്നു പോകും.
പിന്നെ റെയിനും സ്നോയൊക്കെ താഴോട്ട് തന്നെ വീഴുന്നതും ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി ഈ ഫോഴ്സ് നമ്മൾ പറഞ്ഞു ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ മാറുന്നില്ല, പക്ഷേ ഈ ഫോഴ്സ് തന്നെ ഒത്തിരി വലുതായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ഒത്തിരി ചെറുതായിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാനും ഭൂമിയും തമ്മിലുള്ളൊരു ആകർഷണമുണ്ട് അല്ലേ, അതുപോലെ നിങ്ങളും ഭൂമിയുമായിട്ടും. പക്ഷേ ഭൂമി നമ്മളെ ആകർഷിച്ച് പിടിച്ചു നിർത്തുന്നു, നമ്മൾ എന്തുകൊണ്ട് ഭൂമിയെ പിടിച്ചു വലിക്കുന്നില്ല? കാരണം നമ്മുടെ മാസിലുള്ള ആ ഒരു വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ആ ഫോഴ്സ് മാസുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ ചെറിയ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഈ ബോർഡ് ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ബോർഡ് വന്ന് അട്രാക്റ്റഡ് ആയിട്ട് എൻ്റെ പുറത്തു വന്ന് ഇടിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ ബോർഡിലോട്ട് പോയി വീഴാത്തത്? കാരണം ഭൂമിയെ പോലുള്ള ഒരു വസ്തുവിനെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ, പ്ലാനറ്റ്സ്, സൺ, സ്റ്റാർസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാസം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണല്ലേ. അപ്പോൾ വളരെ ചെറിയ മാസമുള്ള നമ്മൾ തമ്മിലുള്ള ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ വളരെ 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 ചെറുതാണ്. അപ്പോൾ അതൊന്നും അത്ര ഒരു കൺസിഡർ ചെയ്യാനേ പറ്റില്ല, നെഗ്ലിജിബിൾ എന്ന് പറയാം. അതേസമയം ഇപ്പോൾ നമ്മൾ രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള എടുത്തു നോക്കിയാലോ, ആ ഒരു ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ വളരെ വലുതായിരിക്കും, ആ ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് കണ്ടുപിടിക്കാം. നമുക്കിനി ഈ ഫോഴ്സ് താരതമ്യം ചെയ്യാനായിട്ട് രണ്ട് ന്യൂമറിക്കൽസ് നോക്കാം. ആദ്യത്തേതിൽ രണ്ട് ചെറിയ ഓബ്ജക്ട്സ് ആണ്, മാസ തുച്ഛമാണെന്ന് കരുതാം. അതേസമയം രണ്ടാമത്തേത് എർത്തും മൂണും തമ്മിലുള്ളതാണ്, അവരുടെ മാസ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിറ്റ്വീൻ ടു ബോഡീസ് എ ആൻഡ് ബി ഹാവിംഗ് മാസ് 50 കിലോഗ്രാം ഈച്ച്. രണ്ടുപേരുടെയും മാസ് 50 കിലോഗ്രാം ആണ്, ഡിസ്റ്റൻസ് വെറും 1 മീറ്റർ ആണ്. അപ്പം നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, F is equal to G into m1 m2 upon d square അല്ലേ. അപ്പോൾ G എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ 6.67 ഇൻറ്റു 10 to the power of -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ഇൻറ്റു m1 എത്രയാണ്, 50 kg. m1 എന്ന് പറയുന്നത് MA, ഇവിടെ MA MB എന്ന് എടുക്കാം അല്ലേ. MA 50 ആണ്, MB എത്രയാണ്, 50 kg. ഇനി നമുക്ക് ഇവിടെ ഈ വാല്യൂസ് എല്ലാം ഈ യൂണിറ്റ്സ് ക്യാൻസൽ ആവുന്നുണ്ട്. ഈ 1 നമുക്ക് ഉപേക്ഷിക്കാം. 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു 50 ഇൻറ്റു 50 അല്ലേ. ഇത്രയാണ് നമുക്ക്. ഇനി നമ്മുടെ കയ്യിൽ ന്യൂട്ടൺ മാത്രമേ ബാക്കിയുള്ളൂ, കാരണം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ നമുക്ക് 6.67 ഇൻറ്റു എത്രയാണ്, 50 2500 ഇൻറ്റു 10⁻⁻11 എടുക്കാം. ഇനി ഈ 10 to the power of -11 ഈ രണ്ട് 0 നമ്മൾ ഇങ്ങോട്ട് കൊടുത്ത് 100 എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എത്രയാവും, 10 to the power of -9 ആയി അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 667 ഇൻറ്റു 25, 7×5 35, ശിഷ്ടം 3, 6×5 30, 33, ശിഷ്ടം 3, 33, 14, 13, 13. അപ്പോൾ 5, 7, 6, 6, 1. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡെസിമലാണ് നമ്മൾ എടുത്തത്, 166.75. അപ്പോൾ നമ്മളതിനെ എന്തെഴുതാം, 1.6, ഇത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 67 ഇൻറ്റു ഇവിടെ രണ്ട് പ്ലേസ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് മാറ്റിയില്ലേ. അപ്പോൾ ഇതെന്തായി, 10 to the power of -7 ആയില്ലേ, -7 ന്യൂട്ടൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു സംഖ്യയാണ്, അതായത് 1.17 ബൈ 170 ആണ്. അപ്പോൾ അത്രയും ഡിവൈഡ് ചെയ്താൽ വളരെ തുച്ഛമായിട്ടൊരു വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നോക്കിയാലോ, ഇവിടെയും എന്താണ്, ഇക്വേഷൻ സെയിം ആണ്. G ഇൻറ്റു m ഓഫ് എർത്ത് ഇൻറ്റു m ഓഫ് മൂൺ ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. 6.67 ഞാൻ 6.7 എടുക്കുകയാണ്, ഇൻറ്റു 10 to the power of -11 ഇൻറ്റു 6 ഇൻറ്റു 10 to the power of 24 ഇൻറ്റു 7.4 ഇൻറ്റു 10 to the power of 22 upon 3.84 ഇൻറ്റു 10⁵ the whole square അല്ലേ. അത് കിലോമീറ്ററിലാണ്. അപ്പോൾ മീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10 to the power of 3 the whole square, അതായത് കിലോമീറ്ററിനെ മീറ്റർ ആകാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ സ്ക്വയർ ഞാൻ എടുത്തു. ഇതിനെ എങ്ങനെ എഴുതാം, 6.7 ഇൻറ്റു 6 ഇൻറ്റു 7.4, ഞാൻ ഈ നമ്പേഴ്സ് മാത്രം എടുത്തു, ബൈ 3.84 ഇൻറ്റു 3.84. ഇനി എക്സ്പോണൻസ് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ -11 22 ആകുമ്പോൾ ഇവിടെ 11 ആയി. ഈ 11 ഇവിടെ നമുക്ക് 10 to the power of 16 എടുക്കാം അല്ലേ. 5 3 8, അതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 16 ആണ്. ഈ 16 മേളിലേക്ക് പോകുമ്പോൾ എത്രയായി, 10 to the power of -16 ആയി. -16ഉം പിന്നെ ഇവിടുത്തെ ഈ 35ഉം കൂടെ വരുമ്പോൾ നമുക്ക് -19 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്നതാണ്. നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഓൾമോസ്റ്റ് 2 ഇൻറ്റു
പ്ലസ് 19 ആണ് അല്ലേ, ഇവിടെ മൈനസും ഇത് പ്ലസ് അല്ലേ, 2⁻20 ന്യൂട്ടണിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല വലിയൊരു നമ്പറാണ്. 2 × 10⁻20 ആണ്. ഇത്രയും സീറോസ് 20 സീറോസ് നമ്മൾ 2യുടെ കൂടെ ആഡ് ചെയ്യണം. പക്ഷേ ഇവിടെ നോക്കൂ, ഇതിനെ ഡിവൈഡഡ് ബൈ ഇത്രയും 7 സീറോസും കൂടി ഇടുന്നതാണ്. അപ്പോൾ ഈ മാസ് ചെറുതായപ്പോൾ അവ തമ്മിലുള്ള ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ മിനിമലാണ്. ഇവിടെ മാസ് കൂടിയ 2 ഒബ്ജക്ട്സ്, അതായത് 2 പ്ലാനറ്റ്സ് വന്നപ്പോൾ അവരുടെ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്യണം. അതെനിക്ക് വളരെ പ്രയോജനം ചെയ്യും. ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.